ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ കുഞ്ചിത കുന്തള ഗോവിന്ദ ചിഞ്ചിതനൂപുര ഗോവിന്ദ നാരായണ ഹര ഗോവിന്ദ നാരായണ ഹര ഗോവിന്ദ. ആത്രി മഹർഷി വല്ലാണ്ട് ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന ഒരു കാലം. തൻ്റെ പുത്രന്മാർക്ക് ആഹാരം കൊടുക്കാൻ പോലും വഴിയില്ലാത്ത സമയം. ആകെ കഷ്ടത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി അനസൂയാദേവി പറയണ്ടായി, പൃഥു ചക്രവർത്തി വലിയൊരു യാഗം നടത്തുന്നുണ്ട്, അവിടെ ഒന്ന് പോയി എന്തെങ്കിലും സഹായം അഭ്യർത്ഥിച്ചാൽ കിട്ടാണ്ടിരിക്കില്ല എന്ന്. പക്ഷേ ആത്രി മഹർഷിക്ക് അതത്ര സുഖപ്പെട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ തന്നെ എതിർത്ത് സംസാരിക്കുന്ന പലരും ഉണ്ട്. ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോയി പെടുക എന്ന് പറയുന്നത് തെറ്റാ. നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ഒഴിഞ്ഞു മാറിപ്പോവുക. എന്തിനാ വെറുതെ അതിൻ്റെ ഉള്ളിൽ പോയി ചാടണേ? മനസ്താപം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ അത് പ്രയോജനപ്പെടുള്ളൂ എന്ന് ആത്രി മഹർഷി അനസൂയയോട് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്നാൽ വേറൊരു വഴിയൊട്ട് കാണാനുമില്ല. ശരി, ഞാനൊന്ന് പോയി ശ്രമിച്ചു നോക്കാം എന്നും പറഞ്ഞ് ആത്രി മഹർഷി പൃഥു ചക്രവർത്തിയുടെ യാഗശാലയിലേക്ക് പോയി. യാഗശാലയിലെത്തി മഹാരാജാവിനെ കണ്ടു. എന്നിട്ട് ആത്രി മഹർഷി അദ്ദേഹത്തിനെ വാനോളം പുകഴ്ത്താൻ തുടങ്ങി. അപ്പോൾ അവിടെ യാഗശാലയിൽ കർമ്മത്തിൻ്റെ പൗരോഹിത്യം ഒക്കെ വഹിച്ചിരുന്നത് ഗൗതമ മഹർഷിയാണ്. അപ്പോൾ അവിടെ ഇരുന്നവരെല്ലാവരും ഇത് കേൾക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ പൃഥു മഹാരാജാവിനെ ആത്രി മഹർഷി വാനോളം പുകഴ്ത്തണത്. അപ്പോൾ അത് കേട്ട ഗൗതമ മഹർഷി പറഞ്ഞു, ഒരാളെ പുകഴ്ത്തുകയാണെങ്കിൽ അത് ശരിയായ രീതിയിലായിരിക്കണം. ഇപ്പോൾ പറഞ്ഞത് ഒട്ടും ശരിയായില്ല എന്ന് ഗൗതമ മഹർഷി അവിടെ വെച്ച് പറയുണ്ടായി. ആത്രി അവിടെ വെച്ച് പറഞ്ഞത്, മഹാരാജാവ് ഇന്ദ്രനും പ്രജാപതിയും എല്ലാമാണെന്നാണ്, സ്തുതിക്കല്ലേ. ഇത് കേട്ട് പൃഥു ചക്രവർത്തിയും സന്തോഷിക്കുന്നുണ്ടായില്ലോ. യാഗശാലയിൽ വെച്ച് ഒരാളെ പ്രത്യേകം സ്തുതിക്കുന്നത് ശരിയായില്ല എന്നാണ് ഗൗതമ മഹർഷിയുടെ അഭിപ്രായം. അതിൻ്റെ പേരിൽ അവിടെ ഒരു തർക്കം തന്നെ ഉടലെടുത്തു. ഇത് കേട്ടപ്പോൾ അവിടെ സനൽകുമാര മഹർഷി ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ അഭിപ്രായം പറയാൻ തുടങ്ങി. ആത്രി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. സത്യം സത്യമായി പറയാൻ ഇന്ന നേരം, ഇന്ന കാലം, ഇന്ന ഇടം എന്നൊന്നില്ല. എവിടെയും സത്യം സത്യമായി തന്നെ പ്രകാശിക്കും, സംശയമില്ല. നമ്മൾ ഒരു വൈരത്തിനെ ചാണകം കൊണ്ട് പൊത്തിവെച്ചാലും കാലക്രമേണ ആ വൈരം പ്രകാശിക്കില്ലേ? അതേമാതിരിയാണ് സത്യം. കുറച്ചു നേരം അതിനെ മൂടപ്പെട്ട് കിടന്നാലും സത്യം സത്യമായി തന്നെ എപ്പോഴും ഉയർന്നു വരും എന്നാണ് മഹർഷി പറഞ്ഞത്. യോഗ്യന്മാരായുള്ള ആളുകളുടെ അഭിപ്രായത്തെ ഖണ്ഡിക്കുകയോ എന്നാൽ ധർമ്മത്തിനോ ലോക നടപടികൾക്കോ എതിരായി ഒരു കാര്യത്തിനും ആരും വഴങ്ങരുത്. ഇത് അഭിജ്ഞന്മാരുടെ ലക്ഷണമാണ്. ഒന്നും പഠിക്കില്ല, എന്നാൽ താൻ വലിയ അറിവുള്ളവനാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുക. തക്കതായ പ്രവൃത്തി ചെയ്യാണ്ട് പണത്തിനുള്ള ആഗ്രഹം വർദ്ധിക്കുക. ഇതൊക്കെ മൂഢന്മാരുടെ ലക്ഷണമാണ്. താൻ വലിയ ജ്ഞാനിയാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുന്നുണ്ടല്ലോ, അത് വലിയ മൂഢത്താണ്. ഈ മൂഢന്മാർക്കൊരു ഗുണമുണ്ട്, അവർ ശത്രുവിനെ ബന്ധുവായിട്ട് കാണും, ബന്ധുവിനെ ശത്രുവായിട്ടും കാണും. എന്നിട്ട് അബദ്ധത്തിൽ പോയി ചാടുക ചെയ്യും. താൻ എന്തോ വലിയ കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് നാട് മുഴുവൻ കൊട്ടിഘോഷിച്ചിട്ടേ അവർ ചെയ്യുള്ളൂ.
എപ്പോഴും എല്ലാവരെയും സംശയം. വേഗത്തിൽ ചെയ്യേണ്ട പ്രവൃത്തി താൻ ചിന്തിക്കുകയാണ് എന്നും പറഞ്ഞ് അതിനെ താമസിപ്പിക്കുന്നത് ഒക്കെ മൂഢന്മാരുടെ ലക്ഷണമാണ്. അതുകൊണ്ട് സത്യം സത്യമായി പറയാൻ നാം ഒരിക്കലും ഭയപ്പെടരുത്. അങ്ങനെ ഭയപ്പെടുന്നവൻ വലിയ മൂഢനാണ്. ഇവിടെ അത്രി മഹർഷി പറഞ്ഞത് സത്യമാണ്. അതുകൊണ്ട് എല്ലാവരും അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഋതു മഹാരാജാവിന് സനൽകുമാരൻ്റെ ഈ അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. സത്യം, ധർമ്മം എന്നിവയിൽ അടിയുറച്ചതായിരിക്കണം ഒരാളുടെ ജീവിതം എന്നുള്ള സനൽകുമാരൻ്റെ അഭിപ്രായത്തെ എല്ലാവരും മാനിച്ചു. ഋതു മഹാരാജാവ് ആത്രി മഹർഷിക്ക് ധാരാളം ദ്രവ്യങ്ങളൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് പറഞ്ഞയച്ചു. ഭഗവാനെ, ഈ കഥ കേൾക്കണ എല്ലാവരുടെ മനസ്സിലും എപ്പോഴും സത്യം, ധർമ്മം ഇതൊക്കെ പ്രകാശിച്ചു നിൽക്കാൻ അവിടുത്തെ കരുണ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.